ഏകനായി തീർന്നതിൽ ദുഃഖമേയൂഴി ഏറെ സഹിച്ചയൻ ദിവ്യനാഥ. ഏറുന്ന ദുഃഖത്തിൽ പതറാതെ ഞാനെന്നും എല്ലാം ക്ഷമിക്കുവാൻ കൃപയരുൾക. ഏകനായി തീർന്നതിൽ ദുഃഖമേയൂഴിയിൽ ഏറെ സഹിച്ചയൻ ദിവ്യനാഥ. ചങ്കുപകുത്തും ഞാൻ സ്നേഹം പകർന്നവർ വഞ്ചിച്ചുവല്ലോ എന്നെയെന്നും. ചങ്കുപകുത്തും ഞാൻ സ്നേഹം പകർന്നവർ വഞ്ചിച്ചുവല്ലോ എന്നെയെന്നും. ആശ്വാസമേകുവാനെത്തുമെന്നാശിച്ചോ ആകുലനെന്നെ തള്ളി പറഞ്ഞു. ആശ്വാസമേകുവാനെത്തുമെന്നാശിച്ചോ ആകുലനെന്നെ തള്ളി പറഞ്ഞു. ഏകനായി തീർന്നതിൽ ദുഃഖമേയൂഴി ഏറെ സഹിച്ചയൻ ദിവ്യനാഥ. ആർക്കായി ഞാനേറെ നൊമ്പരമേറ്റുവോ അവരെന്നെ കൈവിട്ടുവല്ലോ. ആർക്കായി ഞാനേറെ നൊമ്പരമേറ്റുവോ അവരെന്നെ കൈവിട്ടുവല്ലോ. ആർക്കായൻ ജന്മം മുഴുവൻ പകുത്തുവോ അവർ പോലും എന്നെ കൈവെടിഞ്ഞു. ആർക്കായൻ ജന്മം മുഴുവൻ പകുത്തുവോ അവർ പോലും എന്നെ കൈവെടിഞ്ഞു. ഏകനായി തീർന്നതിൻ ദുഃഖമേയൂഴി ഏറെ സഹിച്ചയൻ ദിവ്യനാഥ. ഏറുന്ന ദുഃഖത്തിൽ പതറാതെ ഞാനെന്നും എല്ലാം ക്ഷമിക്കുവാൻ കൃപയരുൾക. ഏകനായി തീർന്നതിൻ ദുഃഖമേയൂഴി ഏറെ സഹിച്ചയൻ ദിവ്യനാഥ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ.
ഉണർന്നിരിക്കൂ നിത്യവും നീ മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. ഭൂതലമൊരു സത്രം മാത്രം സ്വർലോകമല്ലോ നിത്യഗേഹം. ഈ ഭൂതലമൊരു സത്രം മാത്രം സ്വർലോകമല്ലോ നിത്യഗേഹം. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ജീവിതമൊരു തീർത്ഥയാത്ര നിത്യത തേടും പുണ്യയാത്ര. ഈ ജീവിതമൊരു തീർത്ഥയാത്ര നിത്യത തേടും പുണ്യയാത്ര. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം. ആത്മാവിൽ ദൈവീക മുദ്ര വേണം. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം. ആത്മാവിൽ ദൈവീക മുദ്ര വേണം. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം
ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീതിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലിയെന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാം കടപ്പാടുകൾ. നിങ്ങളെൻ ശവമഞ്ചം പേറുക, എന്നെ ദൈവത്തിനേകുക. എൻ്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടട്ടെ ഞാൻ. എൻ്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. വിടരും മുൻപങ്ങ് വാടും പൂമൊട്ട് പോലവേ ഞാനും പോകുന്നു. യൗവനത്തിൽ ഞാൻ പോകുന്നതോർത്ത് നൊന്തു നീറേണ്ടൻ പ്രിയരേ. സ്വർഗസിയോനിൽ ഞാനിനിയൊരു സുന്ദര സൂനമാകട്ടെ. സ്വർഗതാതന്റെ നീതി ഭൂവിലെ വാസകാലം അഗ്രാഹ്യമാ. പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ. പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ. പൊന്നുമക്കളെ നിങ്ങൾക്കായി ഞാൻ
നൊന്ത കാലമങ്ങോർമിച്ചു. പൊന്നു മക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. മക്കൾ പോലും മറന്നല്ലോ എന്ന് ഓർത്തു കണ്ണു തുളുമ്പിപ്പോ. സാരമില്ലെൻ്റെ മക്കളെ നിങ്ങൾ ഒന്നു ഓർത്തിനി കേളേണ്ട. ജ്ഞാനമേകി വളർത്തിയ ഗുരു ഭൂതരെ വിട ചൊല്ലുന്നു. നല്ല മാതൃകയാലെ നൽകിയ ബോധനം മറക്കില്ല ഞാൻ. എൻ്റെ ഭാഗത്തുനിന്നെപ്പോഴെങ്കിലും നിന്ന വന്നെങ്കിൽ പൊറുക്കണേ. പൂക്കളേന്തിയൻ അന്ത്യയാത്രയിൽ നിങ്ങളും വന്നു കൂടണേ. വിടച്ചൊല്ലുന്നെൻ്റെ വീടിനോടുമെൻ നല്ലൊരാമയൽക്കാരോടും എന്നെ നന്നായറിഞ്ഞു സ്നേഹിച്ച എല്ലാവർക്കുമെൻ വന്ദനം. എന്നെയോർത്തിനി കേഴല്ലേ മേലിൽ താണുമങ്ങല്ലേ പ്രത്യാശ. ഓർത്തുകൊള്ളുക നിങ്ങളും നാളെ കൂടെ പോരേണ്ടോരാണെന്ന്. പുനരുത്ഥാനവും ജീവനുമാം നാഥൻ എന്നെ തേടി വരുന്നിതാ. രക്ഷിക്കപ്പെട്ടോർക്കുള്ള പൊന്മൂടി കർത്തൻ നീട്ടുന്നേർക്കായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി. പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം. താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ
വരണം. താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും താളം പിടിക്കും മാലാഖമാരും തമ്പുരു മീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ
സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. പൈതലമ്മ തന്മാറിലായി ചേർന്നുറങ്ങുന്ന ശാന്തത. എൻ്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത്. എൻ്റെ ആത്മാവിനേകുവാൻ ദൂതനുണ്ടെൻ്റെ ചാരത്ത്. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ. മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും. ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ. എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ഇല്ലൊന്നും കൂടെയെടുപ്പതിനാ നാം ചെയ്യും നന്മകളല്ലാതെ പൊന്നും പണവും വെറുതെയല്ലോ സ്വർഗീയ
ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ എൻ പേർക്കായി ക്രൂശിതനായവനേ എന്നരുതേ എന്നുടെ തിന്മകളേ അറിവോടെയുമറിവില്ലാതെയുമായി അനവധി പിഴ ചെയ്തു തള്ളരുതെന്നെ നീ ഈ ജന്മം വെടിയുമ്പോൾ എൻ യാവേ നിന്നിൽ ഞാൻ ശാന്തമായി ചേർന്നിടും പുഴക്കടലിൽ ചേരും പോൽ മാലാഖമാരെന്നെ എതിരേൽക്കുവാനണയും ഈ ചിന്തകളാൽ കണ്ണീരാറ്റിടുവിൻ എൻ സ്നേഹം നിങ്ങൾ തൻ കൂടെ വസിക്കും പ്രിയരേ. ഭാഗ്യരാജ്യം ഒന്നുണ്ടതിൽ വാനശോഭ നിത്യം സായാഹ്നം അങ്ങുണ്ടാകില്ല അതിൻ സൂര്യൻ യേശു ക്രൂശിനെ വഹിക്കുന്ന കിരീടം ധരിക്കും സൊല്ലോകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം ജീവ ആഴിക്കക്കരെ സമാധാന നാട്ടിൽ വൻകാറ്റെല്ലാം അടങ്ങുന്നു അങ്ങു വേണം നീതി ക്രൂശിനെ വഹിക്കുന്ന കിരീടം ധരിക്കും സൊല്ലോകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം
മഹത്വവീടും ഒന്നുണ്ട്, സ്വർഗീയ മന്ദിരം. ഈഹേ നാം സ്നേഹിച്ചോർ നമ്മെ എതിരേൽക്കും അതിൽ. ക്രൂശിനെ വഹിക്കുന്ന കിരീടം ധരിക്കും, സൊല്ലോകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം. വേഗം മറയുമീ ലോകം വിട്ടു ഭാഗ്യലോകേ, മിന്നും സൈന്യത്തെ ചേർന്നിടാൻ നാം വാഞ്ചിക്കുന്നെന്നും. ക്രൂശിനെ വഹിക്കുന്ന കിരീടം ധരിക്കും, സൊല്ലോകേ നാം പാർക്കുമ്പോൾ ഭാഗ്യരാജ്യത്തിൽ നിത്യം. പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ പീഡാസഹന മരണ ഉദ്ധാനങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന ഈ വലിയ ആഴ്ചയിലായിരിക്കപ്പെടുമ്പോൾ 84 വർഷക്കാലത്തെ ഈ ലോക ജീവിതത്തിന് പൂർണ്ണത കൈവരിച്ചുകൊണ്ട് കുന്നത്തിറക്കിൽ അനുഭവിച്ചെടുത്തി നമ്മൾ ഇന്ന് നിത്യത്തിലേക്ക് മൺപറയുകയാണ്.
പ്രിയപ്പെട്ട മക്കളുടെ 5 പേരുടെയും സ്നേഹ ശുശ്രൂഷകൾ ആവോളം നുകർന്ന് ആസ്വദിച്ചതിന് ശേഷം സന്തോഷത്തോടുകൂടി തന്നെ ഈ ലോകം വിട്ട് കടന്നു പോകുന്ന പ്രിയപ്പെട്ട വത്സല മാതാവിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ദൈവത്തിന് മുമ്പിൽ ഈ ആത്മാവും എന്നും വിലപ്പെട്ടതായി തീരട്ടെ. അതിനുവേണ്ടി തുടർന്നുള്ള പ്രാർത്ഥനകളിൽ നമുക്ക് ഏവർക്കും, പ്രത്യേകിച്ച് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് അമ്മയെ എന്നും ഓർമ്മയിൽ ഒളിമങ്ങാത്ത ചില ചിന്തകളും നിറച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ സാധിക്കട്ടെ. ദൈവാനുഗ്രഹങ്ങൾ ധാരാളമായി നിങ്ങളേക്കുണ്ടാകട്ടെ. നിങ്ങളുടെ നല്ല ശുശ്രൂഷകളെ ദൈവം സന്തോഷത്തെ സ്വീകരിച്ചുകൊണ്ട് അനുഗ്രഹത്തോടുകൂടി ഈ ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരുന്നുകൊണ്ട് ഈ മൃതസംസ്കാര ശുശ്രൂഷയിലെ ഭവനത്തിലെ കർമ്മങ്ങൾക്ക് നമുക്ക് ആരംഭം കുറിക്കാം. പനിനീർവഞ്ചരിപ്പ്. അനുദപിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ചന്ദനത്തിരി വെഞ്ചരിപ്പ്. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നും ആദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം, നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഉയർപ്പുകയും ചെയ്യുന്ന കർത്താവേ, ഞങ്ങൾ ആരാധിക്കുകയും മൂർത്തുകയും ചെയ്യുന്നു.
എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെ ഭൂമിയുടെ രാജാവും ജീവന്റെയും മനത്തിന്റെ നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്കു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനും ദൈവത്തെ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്തിനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസ്യനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്തിനമർത്തിത പുണരുന്നു. ക്ഷയമുള്ളോന് ക്ഷയനാകും. മർത്തിദേവം സകലേശൻ നിതരം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കും നേൻ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കുമാമേ. മഹിമയുടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെന്നെ നിർത്തണമേ. നല്ല വരുത്തുവലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരനെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു.
നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹ ബഹുമാനപ്പെട്ട വികാരി യോഷിയച്ച, ദുഃഖാർത്തരായ കുടുംബാംഗങ്ങളെ, ഈശോ മിശിഹായ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, ക്രൈസ്തവ ലോകം നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പെസഹ രഹസ്യങ്ങളെ പ്രത്യേകമായി അനുസ്മരിച്ച് ആചരിക്കുന്ന ഈ അവസരത്തിൽ നമ്മുടെ കർത്താവ് തന്റെ സകലമരണ ഉത്ഥാനത്തിലൂടെ നേടിയെടുത്ത ആ ഭാഗ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മുടെ പ്രിയപ്പെട്ട അന്നമ്മ അമ്മച്ചി ഇന്ന് യാത്രയാവുകയാണ്. നിത്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ഈ അമ്മയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും അമ്മയുടെ നന്മകളെ അനുസ്മരിക്കുവാനും അമ്മയുടെ മക്കളോടുള്ള നമ്മുടെ സ്നേഹ ഐക്യം പ്രകടിപ്പിക്കാനും ഒക്കെയാണ് നാം എല്ലാവരും ഇവിടെ ആയിരിക്കുക. 84 വർഷത്തെ ധന്യവും സുഹൃതസമ്പന്നവും അധ്വാനപൂർണവും ക്ലേശപൂർണവും അതുപോലെ വിശ്വാസാധിഷ്ഠിതവുമായ ആ ജീവിതത്തിന് ശേഷം ജീവന്റെ പൂർണ്ണത സ്വീകരിക്കുവാൻ, ജീവിതത്തിന്റെ പ്രതിഫലം സ്വീകരിക്കുവാൻ പിതാവായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഈ അമ്മ യാത്രയാവുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തില് 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവം അബ്രാഹത്തോട് അരുളിച്ചെയ്തു, നീ നിന്റെ പിതൃഭവനത്തെയും നിന്റെ ദേശത്തെയും നിന്റെ ബന്ധുക്കളെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ദൈവം അബ്രാഹത്തോട് മാത്രമല്ല നമ്മുടെ എല്ലാവരോടും പറയുന്ന ഒരു വചനമാണിത്. ഈ ഭൂമിയിൽ നിന്ന് നാം എല്ലാവരും കടന്നു പോകേണ്ടവരാണ്. കവി പാടുന്നു, വിടുന്നാൽ കൊഴിയാത്ത പൂക്കളുണ്ടോ, ജനിച്ചാൽ മരിക്കാത്ത മനുഷ്യരുണ്ടോ? അത് പ്രകൃതി നിയമമാണ്, പ്രപഞ്ച നിയമമാണ്. ദൈവത്തിന്റെ മനസ്സിൽ ഒരിക്കൽ ജനിച്ച് ഒരു നിശ്ചിത കാലഘട്ടത്തിൽ ഈ ഭൂമിയിൽ ജീവിച്ച് വീണ്ടും ദൈവത്തിലേക്ക് എത്തുന്ന ഈ ജീവിതം ദൈവം നൽകിയ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ദൈവം ജനനമെന്ന ഭാഗ്യം, പിന്നീട് അതിലുപരിയായിട്ട് മരണമെന്ന ഭാഗ്യം നമുക്ക് നൽകി. ജീവന്റെ സമൃദ്ധി സ്വീകരിക്കുവാനും കൃപയ്ക്ക് മേൽ കൃപ സ്വീകരിക്കാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് മരണം നൽകിയിട്ടുള്ളത്. മരണം ഒരുപക്ഷെ ദുഃഖകരമാണ് പെട്ടെന്നുള്ള ചിന്തയില്. പക്ഷേ മരണത്തിലൂടെ ലഭിക്കാൻ പോകുന്ന നന്മകളെ പറ്റി വിചിന്തനം ചെയ്യുമ്പോൾ ഓർക്കുമ്പോഴാണ് ഇതൊരു വലിയ ഭാഗ്യമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. നമ്മൾ ആരും ഈ ഭൂമിക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, ഈ ഭൂമിയിലെ പൗരന്മാരുമല്ല. ബൈബിളും ഇത് പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് 2 പൗരത്വമുണ്ട്. അത് ഭൂമിയിലെ പൗരത്വമാണ്, അത് താൽക്കാലികവും ക്ഷണികവുമാണ്. എന്നാൽ സ്വർഗത്തിലുള്ള പൗരത്വം അത് ഏറ്റവും വലുതാണ്. ആ സ്വർഗത്തിലുള്ള പൗരത്വത്തിലേക്ക് ഇന്ന് ഈ അമ്മച്ചി കടന്നുപോവുകയാണ്. നമുക്കറിയാം, ഈ അമ്മയുടെ ജീവിത വഴിത്താരിലോട് ചിന്തിക്കുമ്പോൾ ഒരുപാട് നന്മകള്, ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും. ഞാൻ കുറുപ്പന്തറ പള്ളിയിലും മൗടാലിലെ പള്ളിയിലും വികാരിയായിരുന്ന കാലഘട്ടത്തില് കുറുപ്പന്തറയിൽ നിന്ന് മൗടാലിലേക്ക് പോകുമ്പോഴും മൗടാലിൽ നിന്ന് കുറുപ്പന്തറയ്ക്ക് പോകുമ്പോഴും ഒക്കെ ഈ വീട്ടിൽ വല്ലപ്പോഴും ഒക്കെ കയറി ആതിഥ്യ മര്യാദ ഞാൻ സ്വീകരിക്കുമായിരുന്നു. സിസ്റ്റർ അൽബീനയുമായിട്ടുള്ള ബന്ധവും ഈ വീടിനോട് എന്നോട് കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കുന്നത്തറയ്ക്കൽ ഫിലിപ്പിന്റെ വീട്ടില് നല്ല സൗഹൃദം സ്ഥാപിക്കുവാനും ഈ അമ്മച്ചിയുടെയും അതുപോലെ മക്കളുടെയും ഒക്കെ സൗഹൃദം സ്വീകരിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു ഭാഗ്യമായും അനുഗ്രഹമായിട്ട് ഞാൻ കരുതുകയാണ്. അങ്ങനെ ഈ ഭൂമിയിൽ നാം എല്ലാവരും കടന്നു പോകേണ്ടവരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മരണം തീർച്ചയായും സ്വർഗത്തിന്റെ താക്കോലാണെന്നൊക്കെ സാഹിത്യകാരന്മാരൊക്കെ പറയുന്നുണ്ട്. ആചാര്യ രജനീഷ് പറയുന്നുണ്ട്, ഐ ആം നോട്ട് ബോൺ, ഐ ആം നോട്ട് ഡൈഡ്, ഐ ജസ്റ്റ് വിസിറ്റ് ദ പ്ലാനറ്റ് എർത്ത്. ഞാൻ ജനിച്ചിട്ടില്ല, ഞാൻ മരിച്ചിട്ടില്ല, ഈ ഭൂമിയിലൂടെ ഞാനിന്ന് കടന്നു പോയത് മാത്രമേ ഉള്ളൂ. അതെ, നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഈ ഭൂമിയിലൂടെ കടന്നു പോകുന്നത് മാത്രമേ ഉള്ളൂ. നമ്മൾ ദൈവത്തിലാണ് ജനിക്കുന്നതും ജീവിക്കുന്നതും ഒക്കെ. അതുകൊണ്ട് ഈ ഭൂമിയിലെ ജീവിതം ധന്യമാക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഈ അമ്മയൊക്കെ പഴയ തലമുറയുടെ അമ്മച്ചിയാണ്. 84 വർഷം, ഏതാണ്ട് ഒരു 40 വർഷമേ ആയുള്ളൂ നമ്മുടെ ഈ നാട്ടില്, ഈ ദേശത്തൊക്കെ അല്പമൊക്കെ സാമ്പത്തികമായ ഭദ്രതയും അല്പമൊക്കെ പച്ചപ്പും ഒക്കെ ഉണ്ടായിട്ടുള്ളൂ.
അതിന് 40-45-50 വർഷം കഷ്ടപ്പാടിലൂടെ, അധ്വാനത്തിലൂടെ, സഹനത്തിലൂടെ ഒക്കെയാണ് പഴയ തലമുറയിലെ അമ്മച്ചിമാർക്ക് ജീവിച്ചിട്ടുള്ളത്. ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ആരൊക്കെയാണ് വിശുദ്ധരെന്ന് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ട് വിശുദ്ധ എഫ്രേമിയോ, വിശുദ്ധ മറിയം തെരേസ്യയോ, അൽഫോൻസാമോ ഒക്കെ വിശുദ്ധരായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലുള്ള അമ്മച്ചിമാർ എന്തുമാത്രം ഭൂമിക്ക് നന്മ പുണ്യം നൽകിയിട്ടുള്ള അമ്മച്ചിമാരാണ്. അവരൊക്കെ കഷ്ടപ്പാടിലൂടെ അവിടെ പാപക്കറകൾ ഉണ്ടെങ്കിൽ അത് കഴുകി കളഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, ദൈവം കൊടുക്കുന്ന മക്കളെ നല്ല നിലയിൽ വളർത്തണമെന്ന സ്വപ്നം സൂക്ഷിച്ചുകൊണ്ട്, വിശ്വാസത്തോടെ ദൈവമായിട്ട് പോയി പ്രാർത്ഥിച്ചുകൊണ്ട്, മാതൃകാപരമായ ജീവിതം നയിച്ചുകൊണ്ട്, തന്റെ ജീവിതത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ജീവിച്ചിട്ടുള്ളവരാണ് പഴയ തലമുറയിലെ നമ്മുടെ അമ്മച്ചിമാരെല്ലാം. ഈ അമ്മയെ സംബന്ധിച്ചും ദൈവം കൊടുത്ത 5 മക്കള്, അവരൊക്കെ ഇന്നും നല്ല നിലയിലാണ്. ഒരു കൊച്ചുമകൻ വൈദികനാണ് നമ്മുടെ കോട്ടയം അതിരൂപതയിൽ. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും തന്നെ നല്ല സാമ്പത്തികമായ ഭദ്രതയിലും ഒക്കെ നല്ല നിലയിലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ അമ്മ ജീവിക്കുന്ന ചുറ്റുപാടുകളിലെ നാട്ടുകാർക്ക്, വീട്ടുകാർക്ക് ഒക്കെ ഈ അമ്മയെ പറ്റി നല്ലത് മാത്രമേ പറയാനുള്ളൂ. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ കുറെ സഹനങ്ങളും കുറെ ബുദ്ധിമുട്ടുകളും ഒക്കെ സഹിക്കേണ്ടതായിട്ട് വരും. അപ്പോഴൊക്കെ മറിയം സഹിച്ചതുപോലെ, മറിയം ഹൃദയത്തിലെല്ലാം സംഗ്രഹിച്ചതുപോലെ ഈ അമ്മയെ സഹിച്ചിട്ടുണ്ട്, സംഗ്രഹിച്ചിട്ടുണ്ട്. അതെല്ലാം നിത്യത്തിലേക്ക് ദൈവം കൂട്ടിച്ചേർത്ത് വെച്ചിരിക്കുകയാണ്. കർത്താവാണ് എന്റെ ഓഹരിയും പാനപാത്രവും, എന്റെ ഭാഗതയും അവിടുത്തെ കരങ്ങളിലാണെന്നുള്ളതാണ് പഴയ തലമുറയുടെ വലിയ വിശ്വാസം എന്ന് പറയുന്നത്. അവരൊത്തിരി പഠിച്ചിട്ടില്ല, പക്ഷേ അവർക്ക് ആഴപ്പെട്ട ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. മക്കളെ ദൈവം തന്നാൽ ദൈവം അവരെ വളർത്തിക്കൊള്ളും എന്ന ചിന്ത അന്നത്തെ തലമുറയ്ക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാലഘട്ടത്തില് വിദ്യാഭ്യാസവും പഠനവും വിദേശ ജീവിതവും സാമ്പത്തികമായ ഭദ്രതയും എല്ലാം കഴിഞ്ഞ ശേഷം മാത്രമേ ഉള്ളൂ വിവാഹ ജീവിതത്തെ പറ്റി ചിന്തിക്കുക പോലും ഉള്ളൂ. ഇപ്പോഴേക്കും സമയം കഴിഞ്ഞിരിക്കും. പക്ഷേ പഴയകാല തലമുറകളില് അധ്വാനത്തിന് ദൈവത്തിന്റെ ആദ്യത്തെ കൽപ്പന, അധ്വാനത്തിന്റെ കൽപ്പന, അതുപോലെ മക്കളെ ജനിപ്പിക്കാമെന്നുള്ള ദൈവത്തിന്റെ കൽപ്പന, അതൊക്കെ പാലിച്ച പഴയ തലമുറയിലെ പുണ്യപ്പെട്ട മനുഷ്യരാണ് ഇതുപോലുള്ള അമ്മച്ചിമാരൊക്കെ. തീർച്ചയായും ഈ അമ്മയ്ക്കും ജീവിതത്തിൽ സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ വരുന്നവർക്ക് ആദ്യത്തെ മര്യാദയോട് ഭക്ഷണം കൊടുക്കുവാനും ഒക്കെ സാധിച്ചിട്ടുണ്ട്. ഏതായാലും ദൈവം 84 വർഷം ആയുസ് കൊടുത്തു. നമുക്കറിയാം, ഒരു മനുഷ്യന്റെ ജീവിതത്തില് ഏതാണ്ട് 60 വയസ്സാകുമ്പോഴേക്കും പതുക്കെ കുടുംബാംഗങ്ങളിൽ നിന്ന് പതുക്കെ മാറേണ്ടതായിട്ട് വരും. ഏതാണ്ട് 70 വയസ്സാകുമ്പോഴേക്കും സമൂഹത്തിൽ നിന്നും പതുക്കെ സമൂഹത്തിലെ കുടുംബത്തിലെ ബന്ധങ്ങളിൽ നിന്നൊക്കെ അകന്നകന്ന് കുറെ ഒറ്റപ്പെട്ട അതിലേക്ക് അവസ്ഥയ്ക്ക് പോകും. 80 ആകുമ്പോഴേക്കും ബന്ധുക്കളും അയൽവക്കക്കാരും പരിചയക്കാരും നാട്ടുകാരും ഒക്കെ ഒഴിവാകും. 90 ആകുമ്പോൾ ഈ ഭൂമി പോലെ നമ്മെ ഉപേക്ഷിച്ച് നമ്മൾ ഇവിടുന്ന് കടന്നു പോകേണ്ടവരാണ്, നാട് നീങ്ങേണ്ടവരാണ്. തീർച്ചയായും ഇപ്പോഴൊക്കെ നമുക്ക് ആശ്വാസം തരുന്നത് നമ്മുടെ കർത്താവിന്റെ സഹനത്വം, അതിന് ഉത്ഥാനമാണ്. നമുക്കറിയാം, സിദ്ധിനാഥാനന്ദ സ്വാമി ഒരിക്കൽ ചോദിച്ചു, എന്തുകൊണ്ടാണ് ക്രൈസ്തവര് യേശുവിന്റെ ജീവിതത്തിന്റെ പ്രബോധനവും ജീവിതവും എത്ര ശ്രേഷ്ഠവും മനോഹരമാണ്, എന്നിട്ട് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ ക്രിസ്തുവിന്റെ മരണത്തെ പ്രഘോഷിക്കുന്നതും ആഘോഷിക്കുന്നതുമെന്ന്? പ്രിയപ്പെട്ടവരെ, ബൈബിള് മുഴുവനും വിശുദ്ധ പൗലോസ്ലീഹ പഠനം മുഴുവനും നടക്കുന്നത് ക്രിസ്തുവിന്റെ സഹനത്തിലും ക്രിസ്തുവിന്റെ മരണത്തിലും പങ്കുപറ്റുന്നവൻ ക്രിസ്തുവിന്റെ പുനർജീവനത്തിലും പങ്കാളിയാകും. ഇതാണ് നമ്മുടെ വലിയ വിശ്വാസം, ഇതാണ് നമുക്ക് ആശ്വാസം. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളും എന്ത് ദുഃഖങ്ങളും എന്ത് വേദനകളുണ്ടായാലും എന്റെ ദൈവമേ എന്നുള്ളൊരു വിളി, അത് നമ്മുടെ ചങ്കത്തടിച്ചൊരു വിളിയുണ്ട്. ആ വിളി ദൈവം കേൾക്കും. അങ്ങനെ ജീവിച്ച ഒരമ്മ, അതായത് ദുഃഖങ്ങളൊക്കെ സഹിച്ചും ക്ഷമിച്ചും അമ്മ ജീവിച്ചിട്ടുണ്ട്. മക്കളൊക്കെ നല്ല നിലയിലാകുവാൻ അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇവരുടെ അമ്മച്ചിമാരുടെ മാതൃക മാത്രമല്ല, പ്രാർത്ഥനയും മാത്രമല്ല, അവർക്ക് അവസരം കിട്ടുമ്പോൾ പള്ളി പോകാനും പള്ളിക്ക് കൊല്ലം കൊടുക്കുവാനും പാവപ്പെട്ടവനെ സഹായിക്കാനും ഒക്കെയുള്ള മനസ്സും പഴയ തലമുറയ്ക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ തികഞ്ഞ യോഗ്യതയോടുകൂടിയാണ് ഈ അമ്മ ഇന്ന് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുക. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും എത്ര കോടാനുകൂടി മനുഷ്യര് ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കണം, നമ്മളും ഒരിക്കലും വിസ്മരിക്കപ്പെട്ടു പോകും. പക്ഷേ ദൈവത്തിന്റെ ധാന്യപ്പുരയിൽ നമ്മൾ സംഭരിക്കപ്പെടുന്ന ധാന്യമണികളായിട്ട് തിരികെയാണ് ചെയ്യുക. അതുകൊണ്ട് നമുക്ക് നിരാശയില്ല, ദുഃഖമില്ല, വേദനയില്ല, സങ്കടമില്ല. അങ്ങനെ താന്റെ പക്കലേക്കും പോവുകയാണ്. ഈശോ തന്റെ മരണത്തിന്റെ അവസാന സമയത്ത് പ്രാർത്ഥിച്ച, പിതാവേ, അവിടുന്ന് എന്നെ ഏൽപ്പിച്ച ജോലി മുഴുവൻ പൂർത്തിയാക്കിക്കൊണ്ട് ഈ ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി അങ്ങേക്ക് സാക്ഷ്യം വഹിച്ചു. അതുകൊണ്ട് പിതാവേ, എന്നെ മഹത്വപ്പെടുത്തണമേ എന്ന് ഈ അമ്മയും പറയുന്നു. ഈ അമ്മയുടെ അധ്വാനത്തിലൂടെ, വിശ്വാസ ജീവിതത്തിലൂടെ, മാതൃകാ ജീവിതത്തിലൂടെ, വിശ്വസ്തതാ ജീവിതത്തിലൂടെ ഒക്കെ അമ്മ ദൈവത്തെ സാക്ഷ്യപ്പെടുത്തി, ദൈവത്തെ മഹത്വപ്പെടുത്തി. തീർച്ചയായും പൗലോസ്ലീഹ പറഞ്ഞ പോലെ ജീവന്റെ കിരീടമണിയാൻ വേണ്ടി ഈ അമ്മ ഇന്ന് കടന്നു പോവുകയാണ്. പിതാവായ ദൈവം പ്രപഞ്ചം സൃഷ്ടിച്ച ശേഷം പറഞ്ഞു, എല്ലാം നന്നായിരിക്കുന്നുവെന്ന്. പുത്രനായ ഈശോ മിശിഹാ കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായിരിക്കുന്നുവെന്ന്. പൗലോസ്ലീഹ തടവറയിൽ കിടന്ന് മരിക്കുന്നതിന് തൊട്ടും പറഞ്ഞു, ഞാൻ
നല്ല ഒട്ടുകോടും വിശ്വാസം പരീക്ഷിച്ചു എന്ന്. അതെ, അങ്ങനെ എല്ലാത്തിന്റെ പൂർണ്ണതയിൽ നിന്നും പൂർണ്ണതയിലേക്ക് ഈ അമ്മ കടന്നുപോവുകയാണ്. അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. നിങ്ങൾക്കൊരു നല്ല അമ്മയെ ലഭിച്ചു. അമ്മ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചു, നിങ്ങൾ നല്ല നിലയിലായി. അവസാന കാലഘട്ടത്തിൽ അമ്മ മകള് ഡേസിയുടെ കൂടെ ആയിരുന്നു, കിടങ്ങൂരായിരുന്നു. അവിടെ മക്കളും മരുമക്കളും ഒക്കെ അമ്മയെ ശുശ്രൂഷിച്ചു, സ്നേഹിച്ചു. നിങ്ങൾക്കും സംതൃപ്തിയോടുകൂടി അമ്മയെ യാത്രയ്ക്കാൻ സാധിക്കും. ഈ അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായ അലക്സിനോടും ആൻസിയോടും ലിസിയോടും അതുപോലെ ഡേസിയോടും മേഴ്സിയോടും മരുമക്കളായ റോസ്ലിയോടും ഷാജിയോടും ജോഷിയോടും ബേസിലോടും ഷാജിയോടും ഒക്കെ ഞങ്ങളുടെ അനുശോചനം അറിയിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായും ഒരു നഷ്ടമാണ് താൽക്കാലികമായിട്ടെങ്കിലും നിങ്ങളുടെ ഭവനത്തിന് ഒരു സ്വർഗീയ മധ്യസ്ഥ ഉണ്ടാകുകയാണ് എന്നുള്ള ചിന്തയോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാം. അഹ്റോൻ മരിച്ച് ജനത്തോട് ചേർന്നു എന്ന് പറഞ്ഞ പോലെ ഈ അമ്മ മരിച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ദൈവത്തിനോട് ചേരുകയാണ്, ദൈവത്തോട് ചേരുകയാണ്. നമുക്ക് ഈ അമ്മയെ യാത്രയക്കാം. അമ്മയുടെ ഏതെങ്കിലും പാപങ്ങളോ തെറ്റുകളോ കിടപ്പുണ്ടെങ്കിൽ പ്രാർത്ഥനയിലൂടെ, പരിഹാരത്തിലൂടെ, കുദാശ ജീവിതത്തിലൂടെ, സ്ഥലപ്രവൃത്തിയിലൂടെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. എന്തെങ്കിലും കുറവുകൾ കുറ്റങ്ങളുണ്ടെങ്കിൽ പശ്ചാത്താപത്തിലൂടെ ദൈവം അത് അമ്മയ്ക്ക് പാപമോചനം കൊടുക്കട്ടെ. അതേസമയത്ത് അമ്മ 84 വർഷം ചെയ്ത എല്ലാ നന്മകളുടെയും കാര്യങ്ങള് ജീവന്റെ പുസ്തകത്തിൽ ദൈവം എടുത്ത് വായിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നിത്യത്തിലേക്ക് പ്രവേശിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സന്തോഷത്തോടുകൂടി അഭിമാനത്തോടുകൂടി ഈ നല്ല അമ്മയെ നമുക്ക് യാത്ര അയക്കാം. ആമേൻ. നമുക്കെല്ലാവർക്കും മൃതാപത്തോടെ ഭക്തിയോടെ കൊടുക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുക. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായും നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടുപുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. പൊറുക്കുന്നവനുമായ മിശിഹായും നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവിനോട് കരുണ തോന്നണമേ. നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, അനുഗ്രഹിക്കണമേ. നീ ആകാശത്തിലും ഭൂമിയിലും സുദീർഘനാകുന്നു. ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. അന്നൊരു ദിവസം ബേസനിയായിൽ സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചഴലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ജീവനുമുയരും ഞാനാകുന്നു, കരയരുദേവം കരുണയോടന്തികമാർന്നഖിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീഴ്ത്തിയിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യർക്ക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
പ്രിയപ്പെട്ട മൃതസംസ്കാര ശുശ്രൂഷയിലെ ഭവനത്തിലെ കർമ്മയാത്രയെ നമ്മൾ ദേവാലയത്തിലേക്ക് പോകപ്പെടുമ്പോൾ ഇവിടെ ഇറങ്ങുന്നതിന് മുൻപ് നമ്മുടെ വഴി സൈഡിലെ രണ്ട് വശങ്ങളുമായിട്ട് വാഹനങ്ങൾ ക്രമീകരിച്ച് നിർത്തിയിട്ടിരിക്കുകയാണ്. കാരണം രണ്ട് വശത്തുമുള്ള വാഹനങ്ങൾ മാറ്റിയെങ്കിൽ മാത്രമേ വഴിക്ക് തടസ്സങ്ങളില്ലാതെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുള്ളൂ. അതിനുശേഷം പള്ളിയിലേക്ക് പോകാവുന്ന എല്ലാവരും തന്നെ ഈ വിലാപയാത്രയിൽ പങ്കെടുക്കാനുള്ള ക്രമീകരണത്തിന് സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ ഇപ്പോൾ ഉപചാരം നൽകിക്കൊണ്ട് നമുക്ക് വിലാപയാത്ര ദേവാലയത്തിലേക്ക് പോകാം. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേൻ നശ്വരമുലകിൽ വിടുതി എനിക്കായി നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ. മാലാഖമാരും ദൂതരും മാറി പുണർന്നു പോ. ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം?
ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി, ദൈവത്തോടൊത്തുറങ്ങിടാൻ എത്തുന്നേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ, എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ, എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടും, നിത്യമന്ദിരത്തിൽ ഞാൻ. അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ, ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ. ധന്യമായി ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മന്നിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ നൽകിയില്ല തെല്ലുമേ, ശാന്തിയന്ത്യവേളയിൽ.
ആനയിക്കുവിൻ. തമ്പുരാന്റെ മുൻപിൽ ഞാൻ ഇമ്പമാർന്നു നിങ്ങളെ ഓർത്തിടാം സദാപി. നിങ്ങൾ എന്നെയും സ്മരിക്കണേ. പൂകും നേരം സ്നേഹാർദ്രതയാ എൻ പ്രിയജനമേ അനുദിനമലിവോ അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമേ. മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്പുരാനവൻ ഉണത്താലെ മോക്ഷത്തിൽ നേരുവാൻ കൃപയുണ്ടാകണമേ. നിത്യപിതാവേ, കർത്താവിന്റെ വിലമതിയാതിരിച്ചവരെ കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മറിഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നയിക്കുവാമേ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തമ്പുരാൻ മനോഗുണത്താലെ മോക്ഷത്തിൽ ചേരുവാൻ കൃപയുണ്ടാകണമേ. പിതാവേ, ഈശോ കർത്താവിന്റെ വിരുദ്ധ തിരിച്ചവരെ കുറിച്ച് മരിച്ചവരുടെ മേ കൃപയുണ്ടായിരിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടിയ ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, എനിക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമേ. മരിച്ച വിശ്വാസിയുടെ ആത്മാക്കൾക്ക് തമ്പുരാന്റെ മനോഗുണത്താലെ മോക്ഷത്തിൽ നേരുവാൻ കൃപയുണ്ടാകണമേ. നിത്യപിതാവേ, കർത്താവിന്റെ വിലമതിയാതിരിച്ചവരെ കുറിച്ച് മരിച്ചവരുടെ മേൽ കൃപയുണ്ടായിരിക്കണമേ. ഇത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയും നീസോ മൃതരാമഖിലർക്കും ജീവനും അതുപോൽ ശരണവും അരുളിയിടാൻ. കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാൽ തന്നെ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥ നിന്നെ നമിക്കുന്നു. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോൾ കല്ലറ പിളരും, മൃതരുടനെഴുന്നേൽക്കും. അവന്റെ നാമം ഇന്നും ധന്യമാകുന്നു. മൃതിയെ മുറ പോൽ നാഥനയക്കുന്നു. ദുഷ്ടനുമിളയിൽ ശിഷ്ടനും ഒരുപോലെ. ഞാൻ ദൈവത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവൻ അവസാനം. വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീ എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ കൈകൾ വെച്ചു. ധൂളിയിൽ നിന്നും ജന്മമെനിക്കേകി. നിന്നെ നമിക്കാൻ നൽകണമുദ്ധാനം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു. മേഘത്തേരിൽ നാഥനെഴുന്നെല്ലും. മൃതരെ വിളിക്കും, ജീവനവർക്കേകും. ചെറിയവരും വലിയവരും പ്രിയരെ നിങ്ങൾ കരയരുതഖിലേശൻ പുനരുദ്ധാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങളണയ്ക്കുന്നു.
ആദ്യം മുതൽ എന്നേക്കും ഈശോനാഥ, മരണവും ഉയരും നിൻ കൈകളിലല്ലോ, നിന്നെ നമിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സത്യവിശ്വാസത്തോടുകൂടി ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവനീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. ആമേൻ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വർഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തൻ്റെ അനുഗ്രഹത്താലും തൻ്റെ മാതാവായ കന്യകാമറിയത്തിൻ്റെ പ്രാർത്ഥനയാലും മിശിഹ അവരോടുകൂടെ ഇയാളെ തൻ്റെ വലത് ഭാഗത്ത് നിർത്തുമാറാകട്ടെ. ആമേൻ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. കർത്താവേ, വാത്സല്യപൂർവ്വം ഞങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വം ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ചു കഴിയുന്ന മരിച്ചവരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ മരണവിധേയരാക്കുകയും വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉത്ഥാനത്തിൽ ഞങ്ങളുടെ ശരീരങ്ങളെ നീ മഹത്വമണിയിക്കുന്നു. ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ദൈവത്തിൻ്റെ ഭവനമേ. പ്രിയമുള്ളവരെ, ഒരു വാക്ക് അമ്മച്ചിയെക്കുറിച്ച് ഏറെ സ്നേഹത്തോടെ ഓർക്കുമ്പോൾ ഞങ്ങൾ മക്കൾക്കുമൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് അമ്മച്ചി ഞങ്ങളെ പഠിപ്പിച്ച പാഠങ്ങളൊക്കെയാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ തന്നെ അമ്മച്ചി ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കാര്യങ്ങൾക്ക് ഇപ്പോൾ ഓർക്കുകയാണ്. അവധിക്കാലത്ത് അമ്മ വീട്ടിൽ വരുന്ന സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കാൻ ചെറുപ്പത്തിലെ പഠിപ്പിച്ച അവസരങ്ങളും പിന്നീട് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിച്ച അവസരങ്ങളൊക്കെ ഒത്തിരി സന്തോഷത്തോടെയും ഇപ്പോൾ സങ്കടത്തോടെയൊക്കെ ആലോചിക്കുകയാണ്. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അമ്മച്ചിയാണ് ഇന്ന് ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോവുക. പിന്നെ അമ്മച്ചിയുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിരിക്കുന്ന ഒരു വലിയ പുണ്യമെന്ന് പറയുന്നത് ദൈവത്തിലുള്ളൊരു ആശ്രയത്വ ബോധമായിരുന്നു. അത് അമ്മച്ചിയുടെ ഏതവസരത്തിലും, ഏത് സങ്കടത്തിൻ്റെ അവസരത്തിലും, ഏത് സന്തോഷത്തിൻ്റെ അവസരത്തിലും ഒന്നും ദൈവത്തെ പിടിക്കാത്തൊരവസരമില്ലായിരുന്നു. ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടൊരു ജീവിതം മുമ്പോട്ട് കൊണ്ടൊരു അമ്മച്ചിയാണ് ഞങ്ങൾക്കിന്ന് നഷ്ടമാവുക. അമ്മച്ചിയുടെ ജീവിതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത ഞങ്ങൾ പഠിച്ചത് അമ്മച്ചിയുടെ ജീവിതത്തിൽ ഒരിക്കലും പരിഭവങ്ങളില്ലായിരുന്നു. അമ്മച്ചി ഒത്തിരി സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെയുള്ള ആളായിരുന്നു. എങ്കിൽ തന്നെയും അമ്മച്ചിയുടെ ജീവിതത്തിലെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ച് ഹൃദയത്തിൽ കൊണ്ടു നടന്ന് പുറത്തു പറയാതെ പരിഭവങ്ങളില്ലാതെ ഞങ്ങൾക്ക് മാതൃക കാണിച്ച അമ്മച്ചിയാണെന്ന് ഞങ്ങൾ ഇന്ന് വേർപിരിഞ്ഞു പോവുക. അമ്മച്ചിയുടെ നിര്യാണത്തിൽ ഞങ്ങൾക്ക് സമീപസ്ഥരായിരിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അമ്മച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ ഞങ്ങളെ വിളിക്കുകയും ഞങ്ങളുടെ വീട്ടിൽ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ അച്ഛന്മാരെയും അതോടൊപ്പം തന്നെ ഇന്നത്തെ ദിവസം എത്തിയ ബഹുമാനപ്പെട്ട എല്ലാ വൈദികരെയും ഒറ്റ വാക്കിൽ സ്നേഹത്തോടെ നന്ദിയോടെ ഓർക്കുകയാണ്. അതോടൊപ്പം ഈ ദിവസങ്ങളിലെല്ലാം പ്രാർത്ഥനയോടെ ഞങ്ങളോടുകൂടി ആയിരിക്കും ചെയ്ത എല്ലാ സിസ്റ്റേഴ്സിനെയും സ്നേഹപൂർവ്വം ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ചാമക്കാല മഠത്തിൽ നിന്നും സിസ്റ്റർ അൽബീനായുടെ സഹോദരിമാരായ സിസ്റ്റേഴ്സ് ഒത്തിരി പേര് വന്ന് പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് പ്രാർത്ഥനാ സഹായം നേരുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ എല്ലാവരെയും സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ദിവസങ്ങളിൽ ഞങ്ങൾക്ക് സഹായഹസ്തമായി നിന്ന എല്ലാ ബന്ധുമിത്രാദികളെയും അയൽവക്കക്കാരെയും ഒക്കെ സ്നേഹപൂർവ്വം നന്ദിയോടെ ഓർക്കുന്നു. ഒരു അപേക്ഷ കൂടെ, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച അമ്മച്ചിക്ക് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം മാത്രം നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകളൊക്കെ നിശബ്ദയായി ജീവിച്ച ഈ അമ്മച്ചിയെയും കൂടെ ഓർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ ഭവനമേ, ഞാൻ മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എൻ്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു കൂദാശകളാൽ എൻ്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എൻ്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവജനങ്ങളാൽ എൻ്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നും അകന്നു പോകുന്നുവെങ്കിലും എൻ്റെ സ്നേഹമെന്നും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നത് വരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എൻ്റെ സഹോദരരെ, നമ്മെ സൃഷ്ടിക്കുകയും
മരണവിധേയരാക്കുകയും മരണശേഷം ഉയർപ്പിച്ച് അക്ഷയരാക്കുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതമിലയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. സ്ഫുടമായി കേൾക്കാം പുനരുദ്ധാനം, നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വാഗ്ദാനങ്ങൾ തിങ്ങിമുഴങ്ങും കാഹളനാദം ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. തിരുലിഖിതങ്ങൾ വായിച്ചവതൻ വ്യാഖ്യാനങ്ങൾ ശരിയായി നൽകാൻ നിങ്ങൾക്കിനിയും കഴിവില്ലേതും. സ്ത്രീ പുരുഷന്മാർ അന്തരമിയരാൽ മുദ്ധാനത്തിൽ സ്വർഗം തന്നിൽ സുതകനർക്കേ യാചിക്കുന്നു. ഞങ്ങളേവം പൊട്ടിനുറുങ്ങി ഹൃദയുടെ കൊടുതാ കോട്ടകളെല്ലാം തട്ടി നിരത്തി നാദൻ നവമായി യുദ്ധാനത്തിൻ നവമായി ഉത്ഥാനത്തിൻ പാത തുറന്നു നിന്റെ ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് നിത്യാശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദിവ്യപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട ഈ കബറിടം നീ പവിത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, സോപ്പാ കൊണ്ട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. എന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്ണയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമളധൂപം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ. പാപ്പാവോട് നീ എന്നെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഇയാളെ ആശ്വസിപ്പിക്കണമേ. അതിലെന്നെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ ദിവ്യജലത്താൽ ഈ കബറിടം പൗത്രീകരിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. കുരിശ് വഴിയായി നമ്മെ രക്ഷിച്ച പുത്രന് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം.
മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അരുളി ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടെ അവസാന ദിവസം തന്റെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്യുന്നത ദൈവത്തിന്റെ ന്യായാസനത്തിൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. അന്തിമോപചാരം അർപ്പിക്കാനുള്ളവരെ തിരക്കൂട്ടാതെ 2 നിരയായിട്ട് വന്ന് മുന്നോട്ട് കടന്നു വന്ന് ഇപ്പോൾ ഉപചാരം അർപ്പിച്ച് കടന്നു പോകാവുന്നതാണ്. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയോടെന്നെ നിറുത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു, കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കൊത്താനും രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു, ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും, മൃതരാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരൻ ഓർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ നയിക്കുവാമേൻ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹാ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഘോഷിക്കുവിൻ. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. പാപിനിക്ക് പൊറുതി കൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ, നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ. മാലാഖമാരുടെ സ്വർഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ നീ ഞങ്ങളെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. മരിച്ചവരെ ഉറപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മിശിഹാ കർത്താവിൻ ദാസി വിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ
മഹിമദ്യുതിയോടെ. നിർമ്മല ചരിതകളാം സാറായേലീസ്വാ മർത്തയോടും കൂടെ കടശീലുത്ഥാനം നിതരാം കനിവാർന്നരുളട്ടെ കർത്താവഖിലേശൻ. മിശിഹ കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. മൃതിയോർത്തിനി നിങ്ങൾ കഥനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുത്ഥാനം വരുമല്ലോ മരണമുറക്കം താൻ. മിശിഹ കർത്താവിൻ ദാസീവിധി നാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമദ്യുതിയോടെ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. സജീവനായ ദൈവത്തെ ഞാൻ ദാഹിക്കുന്നു, ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നിന്റെ ദൈവം എവിടെയെന്ന് അവർ നിത്യവും എന്നെ പരിഹസിക്കുന്നു. എന്റെ ആത്മാവേ, നീ എന്തിനു നിരാശപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചു കലങ്ങുന്നു? നീ ദൈവത്തിൽ ആശ്രയിക്കുക. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ കർത്താവെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉറപ്പിച്ച കർത്താവേ, ആ ശബ്ദമഹനീയമായ നിധിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും ഇതേ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസ്ലത്തേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ മൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. എല്ലാവരും അന്തിമോപചാരം അർപ്പിച്ചതിന് ശേഷം പ്രിയപ്പെട്ട മകൻ തൂവാലയിട്ട് ചുംബനം നൽകിക്കൊണ്ട് ഈ മൃതസംസ്കാര ശുശ്രൂഷ ഇവിടെ പൂർണ്ണമാക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ കുടുംബാംഗങ്ങളുടെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. വന്നിട്ട് എല്ലാവർക്കും ഇവിടെ കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. പാരിഷുവിൻ്റെ മുൻവശത്താണ്. എല്ലാവരും അതിൽ പങ്കേറുക. ബഹുമാനപ്പെട്ട അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും പള്ളിമുറിയുടെ മുൻഭാഗത്ത് കാപ്പി ക്രമീകരിച്ചിട്ടുണ്ട്. അതിലും എല്ലാവരും പങ്കുചേരണമെന്ന് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. അല്പം